അസ്സലാമലൈക്കും. ഇന്ന് പൊന്നാനിക്കാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഈ മുട്ടപ്പത്തിരി. അതില്ലാതെ അവർക്ക് ഒരു പലഹാരമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാ പച്ചരിയാണ്. 2 ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ഉഴുന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അത് രണ്ടും പാടിക്ക് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇനി അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 5 പപ്പടം എന്നാണ് കേട്ടോ കണക്ക്. അപ്പോൾ അതിലേക്ക് ഞാൻ 10 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അത് 2 ഗ്ലാസ് അരിയല്ലേ, അപ്പോൾ അതിലേക്ക് ഞാൻ 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ പപ്പടം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിക്കണം. ഇനി ഇതെല്ലാം കൂടി രണ്ടും പാടിക്കല്ലേ ഒരു 2 മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ മാറ്റി വെക്കണം. അപ്പോൾ 2 മണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി അപ്പോൾ അരിയും ഇതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഈ ഒരു കൈപ്പിടിൻ്റെ അളവിൽ ഞാനിപ്പോൾ ഈ കാണിച്ചത് ചോറാണ് കേട്ടോ. നമ്മൾ സാധാ ചോറില്ലേ, ആ ചോറാണ് ഒരു കൈപ്പിടി അളവിൽ അത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ പൊന്തി വരാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മതി കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിക്കണം കേട്ടോ. നന്നായി അരഞ്ഞ് കിട്ടും വേണം. നമ്മൾ കുയ്യപ്പത്തിനൊക്കെ അരക്കുമ്പോൾ ആ രീതിയിലാവരുത് കേട്ടോ. നന്നായിട്ട് ഇങ്ങോട്ട് അരയണം അരി. അപ്പോൾ ഒരു ട്രിപ്പ് അരച്ച് കഴിഞ്ഞപ്പോൾ ഇനി രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ പപ്പടത്തിൻ്റെ പപ്പടവും പാടെ അരിയിലേക്കൊന്ന് ഇട്ട് കൊടുത്തിക്കണം. ഇതും അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്കും കുറച്ചും പാടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും പാടിക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിക്കണം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിക്കണം. അപ്പോൾ അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിരുന്നത്. പപ്പടത്തിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അളവിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചും പാടി കട്ടി കൂടുതലുണ്ടായിട്ട് അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം വെള്ളം പാടി ഞാൻ ആ മിക്സിൻ്റെ ജാറിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിക്കണം. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. ഇതിൽ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് കൂടാനും പാടില്ല, എന്നാൽ നന്നായിട്ട് കുറയാനും പാടില്ല. ദോശ മാവിനേക്കാളും കുറച്ചൊരു കട്ടി വേണം കേട്ടോ ഈ മാവ്. ഇതേപോലത്തെ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചാൽ മതി കേട്ടോ. അതിൽ കൂടുതൽ ടൈമൊന്നും ആവണ്ട. അപ്പോൾ ഇനി 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. ഞാൻ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ കുണ്ടുള്ള ചട്ടി ആവണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പരന്ന ചട്ടി ഒരിക്കലും എടുക്കരുത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ട് ഇനി ഇതിലേക്ക് ഇതുപോലത്തെ ഓരോ കയ്യിൽ മാവ് ഇങ്ങനെ നമ്മൾ നെയ്യപ്പത്തിനൊക്കെ എടുത്ത് വയ്ക്കൂലേ, ആ രൂപത്തിൽ തന്നെ ഓരോ കയ്യിൽ മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കും. പിന്നെ ഇതിൽ അപ്പസോഡ ഒന്നും തീരും ചേർക്കരുത് കേട്ടോ. ഇതിൽ നമ്മൾ പപ്പടം തന്നെ ചേർത്താൽ മതി. പപ്പടം ചേർത്താൽ തന്നെ നന്നായിട്ട് ഇത് പൊന്തി വരും. അപ്പോൾ ഇത് നന്നായി പൊന്തി വന്നതൊക്കെ കണ്ടില്ലേ. ഞാൻ അപ്പസോഡ ഒന്നും ചേർത്തിട്ടില്ല, ആ പപ്പടം മാത്രം ചേർത്തിട്ടുള്ളൂ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇറച്ചിക്കറി, ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ഒക്കെ ആണെങ്കിലും അതിക്കൊക്കെ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചത് എൻ്റെ മൂത്തച്ഛൻ്റെ വീട് പൊന്നാനിയിലാണ് കേട്ടോ. ഞങ്ങളവിടെ എപ്പോൾ പോയാലും അവർ കടയിൽ നിന്ന് ആണെങ്കിലും ഇനിയിപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടൊക്കെ ആണെങ്കിൽ അവർ തരുന്ന എന്ത് കടിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ ഈ പൊന്നാനിക്കാർക്ക് മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ. എന്നാൽ മുട്ടപ്പത്തിരി എന്നുള്ള പേരെന്നെ ഉള്ളൂ, ഇതിൽ മുട്ട ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഞാനിത് ഓരോട് എപ്പോൾ പോയാലും ഇങ്ങനെ ചോദിച്ചറിയും. ഇതിൻ്റെ മുന്നേ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിരിക്കണം, ഇപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ലേ. അപ്പോൾ ഞാനിത് എന്തായാലും വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പൊരിക്കലും മറക്കലൊക്കെ കഴിഞ്ഞ് പോയിക്കണം ഞാൻ ഈ സംസാരത്തിൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി സാധനമാണ്, ഒരു പ്രത്യേക ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.